ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ദോശയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്കിത് കറിയില്ലാണ്ടൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 അച്ച് ശർക്കരയുടെ പാൻ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം, ഒരു ബൗൾ നാളികേരം ചെരുകിയതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എള്ള്, ബേക്കിംഗ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ പഴം ഒന്ന് മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്കത് കൈവച്ച് നന്നായി കുഴച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ അടിച്ചെടുത്തേക്കാണ്. ഇനി നമുക്ക് അടിച്ചെടുത്ത പഴം അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മധുരം അധികം വേണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ദോശ എത്ര അളവിൽ വേണ്ടെങ്കിൽ പൊടിയുടെ അളവൊക്കെ കുറച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എന്തോരം അളവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടികളും സാധനങ്ങളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നാളികേരം ചിരകിയതിട്ട് കൊടുക്കുക. ഏകദേശം ഒരു പിടിയൊക്കെ മതിയാവും. പിന്നെ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, ഞാനിപ്പോൾ ഇട്ടൊന്ന് മാത്രം. പിന്നെ 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കി പിന്നെ ഒഴിച്ചാൽ മതിയാകും. ആദ്യം തന്നെ കുറേ ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ടാണ് ഞാൻ ഈ മാവ് ആക്കിയെടുത്തേക്കുന്നത്. ഇത്രയും കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ടി കുറച്ച് എടുക്കണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ആക്കിയെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ചുട്ടെടുക്കണതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് മാവ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സാധാരണ ദോശ പരത്തിയെടുക്കണ പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക.